അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലരും അവരുടെ മരണത്തിലൂടെ വലിയ ഒരു പാഠം നമുക്ക് നൽകിയിട്ടാവും മരണപ്പെട്ടു പോകുന്നത്. അവരുടെ ജീവിതത്തെ നമുക്ക് എങ്ങനെ പിന്തുടരാമെന്നുള്ള മാർഗങ്ങൾ അവർ തന്നെ നമുക്ക് തന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോയാൽ അവരെപ്പറ്റി ഓർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടായിരിക്കും മടങ്ങിപ്പോകുന്നത്. അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിത കഥയാണ് ഇവിടെ നാം പറയാൻ പോകുന്നത്. ഇതൊരു യഥാർത്ഥ സംഭവമായി ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇത് വെറുമൊരു കെട്ടുകഥയല്ല, മറിച്ച് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം തന്നെയാണ്. ഊട്ടി കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. ഈ പെൺകുട്ടിയെ നമുക്ക് ഫാത്തിമ എന്ന് വിളിക്കാം. ഈ ഫാത്തിമ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. ഈ പെൺകുട്ടിയുടെ ഉപ്പയും ഉമ്മയും വലിയ ബിസിനസ്സുകാരാണ്. ഉപ്പയോടൊപ്പം തന്നെ ഉമ്മയും ബിസിനസ്സിലേക്ക് ഇറങ്ങി. മകള് നല്ല നിലയിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉപ്പയും ഉമ്മയുമായിരുന്നു അത്. എന്നാൽ മകളുടെ നല്ല നില എന്ന് ഉദ്ദേശിക്കുന്നത് മകൾക്ക് നല്ല ജോലി ലഭിക്കണം, മകൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ മകള് തലയുയർത്തി നിൽക്കണം എന്ന ചിന്തയായിരുന്നു. എന്നാൽ മതവുമായി ബന്ധപ്പെട്ട് മകൾ നല്ല നിലയിൽ വളരണമെന്ന് ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, തീർച്ചയായും മതത്തിനോട് താല്പര്യമില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ഈയൊരു ഫാത്തിമ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി. നിസ്കാരമോ അല്ലെങ്കിൽ ഖുർആൻ പാരായണമോ ഒന്നും തന്നെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അത് അവളുടെ ജീവിതത്തിൽ മാത്രമല്ല, അവളുടെ വീട്ടുകാരും അങ്ങനെ തന്നെയായിരുന്നു. അവളുടെ ഉമ്മയോ ഉപ്പയോ നിസ്കാരത്തെ വെടിഞ്ഞുള്ള ഒരു ജീവിതമായിരുന്നു. പ്രത്യേകിച്ചും അവർ ബിസിനസ്സിൽ മാത്രം പണമുണ്ടാക്കാനുള്ള ലക്ഷ്യത്തിൽ മാത്രമായിരുന്നു അവർ ദുനിയാവിനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഒരു മോഡേൺ ആയിട്ടുള്ള ലൈഫായിരുന്നു ഇവരുടേത്. ഈ ഒരു ഫാത്തിമ എന്ന പെൺകുട്ടി മദ്രസയിൽ പോലും പോയിരുന്നില്ല. ഈ ഫാത്തിമക്കൊരു വല്യമ്മയുണ്ടായിരുന്നു. ആ വല്യമ്മ മാത്രമായിരുന്നു ഈ ഒരു പെൺകുട്ടിക്ക് നല്ലത് പറഞ്ഞു കൊടുത്തിരുന്നത്. മോളെ, നിന്റെ ഈ ഒരു ജീവിതത്തിലൂടെ നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ പണം സമ്പാദിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിനക്ക് മറുപടി പറയാൻ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് ആ വല്യമ്മ അവളോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം പ്രായമാരുടെ വാക്കല്ലേ എന്ന് വെച്ച് അവൾ അതിനെ നിസാരവൽക്കരിച്ച് കളയുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു പെൺകുട്ടിക്ക് MBBS സീറ്റ് കിട്ടുകയാണ്. അങ്ങനെ 1ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്കൊരു ഫ്രണ്ടിനെ കിട്ടുന്നത്. ആ ഫ്രണ്ടിനെ നമുക്ക് ഷഫ്ന എന്ന് വിളിക്കാം. ആ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയായിരുന്നു. തട്ടമെല്ലാം ഇട്ട് ദീനി ബോധത്തോടെയായിരുന്നു അവൾ കോളേജിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുമായി ഈ ഒരു ഫാത്തിമ ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫാത്തിമയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് വലിയ വലിയ മാറ്റങ്ങളായിരുന്നു. ഈ ഒരു ഫാത്തിമ എന്ന പെൺകുട്ടി നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ അവളുടെ ജീവിതത്തിൽ അടിച്ചുപൊളിച്ച് നടക്കുന്നുണ്ട് എങ്കിലും പഠിപ്പിൽ അവൾ ഒട്ടും പുറകോട്ടായിരുന്നില്ല. മതവുമായി ഒരു ബന്ധമില്ല എന്ന് മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഷഫ്ന എന്ന പെൺകുട്ടിയുമായുണ്ടായ ബന്ധത്തിലൂടെ അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇത്തരത്തിൽ ഇവർ വലിയ ഫ്രണ്ട്സായപ്പോൾ ഒരു ദിവസം ഷഫ്ന ഈ ഫാത്തിമയോട് ചോദിക്കുകയാണ്, ഒരിക്കലെങ്കിലും നീ നിന്റെ ജീവിതത്തിൽ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അന്നേരമാണ് ഫാത്തിമ ഈ ഒരു കാര്യം ചിന്തിക്കുന്നത്. ഞാൻ ഇതുവരെ ഖുർആൻ ഓതിയിട്ടില്ലല്ലോ എന്നുള്ളത്. ഇല്ല എന്ന് അവൾ മറുപടി പറഞ്ഞു. അവളുടെ അവസ്ഥകൾ അവൾ ഷഫ്നയോട് പറയുകയാണ്. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? ബിസിനസ്സിലാണ് ഉമ്മയും ഉപ്പയും എല്ലാം. എന്നെയും അവർ നല്ല രീതിയിൽ എത്തിക്കാനായി ശ്രമിക്കുന്നു. അതിൻ്റെ ഓട്ടത്തിലാണ് അവർ. അതിനിടയിൽ അവർ മതപരമായ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആകെ ഖുർആൻ ഓതുന്നത് കണ്ടിട്ടുള്ളത് എൻ്റെ വല്യമ്മ മാത്രമാണ് എന്ന് ഈ ഒരു പെൺകുട്ടി പറഞ്ഞപ്പോൾ സത്യത്തിൽ ആ ഒരു ഷഫ്ന എന്ന പെൺകുട്ടി ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ അവൾ ചോദിക്കുന്നുണ്ട്, നിനക്കിതൊക്കെ പഠിക്കണ്ടേ എന്ന്. പഠിക്കണമെന്ന് അവൾ മറുപടി പറയുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ഷഫ്ന ഫാത്തിമയ്ക്ക് നിസ്കാരവും ഖുർആനും എല്ലാം പഠിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം എനിക്ക് ഈ പ്രായത്തിൽ പഠിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ MBBS ഇത്രയും വലിയ പാഠങ്ങൾ നീ പഠിക്കുന്നില്ലേ? അതൊക്കെ നീ എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത് എളുപ്പത്തിലൂടെ നിനക്ക് പഠിച്ചെടുത്തുകൂടാ? എന്തായാലും MBBS എളുപ്പമുള്ള കാര്യമാണ് ഇത് എന്ന് ഫാത്തിമയോട് ഷഫ്ന പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം പഠിച്ചെടുക്കുന്ന സമയം ഈ ഫാത്തിമയോ ഷഫ്നയോട് പറയുകയാണ്, നിന്നെ ഞാൻ മുന്നേ പരിചയപ്പെടേണ്ടതായിരുന്നു എന്നുള്ളത്. എന്നാൽ മകൾക്കുണ്ടായ ഈ ഒരു മാറ്റമൊന്നും ആ ഒരു വീട്ടുകാർ അറിയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഷഫ്നയുടെ ഉപ്പയായിരുന്നു ഷഫ്നയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ഫാത്തിമയെ എങ്ങനെ മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ അവൾ അവളുടെ നല്ല ജീവിതത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം കോളേജിൽ വെച്ച് ഈ ഒരു ഫാത്തിമ കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ്. അതെ, അവൾക്ക് ഹൃദയാഘാതം സംഭവിച്ചതാണ്. അത് ഷഫ്നയിലുണ്ടാക്കിയ നടുക്കം വലുതായിരുന്നു. എന്നാൽ അന്നേരം എല്ലാവരും എത്തി. ഈ ഒരു പെൺകുട്ടിയുടെ മയ്യത്ത് കുളിപ്പിക്കാനെടുത്തു. മയ്യത്ത് കുളിപ്പിച്ചവർക്ക് പറയാനുണ്ടായിരുന്നത് അത്ഭുതകരമായ കാര്യമായിരുന്നു.
എല്ലാ മയ്യത്തിൽ നിന്നും വ്യത്യസ്തമായി എന്തോ വല്ലാത്ത ഒരു സുഗന്ധം ആ മയ്യത്തിനുണ്ടായിരുന്നു. മാത്രമല്ല നല്ല പ്രകാശമുള്ള ഒരു മുഖമായിരുന്നു അത്. വല്ലാത്ത വിശുദ്ധി ആ ഒരു മയ്യത്തിൽ കാണാൻ സാധിച്ചുവെന്ന് മയ്യത്ത് കുളിപ്പിച്ചവരെല്ലാം തന്നെ പറയുകയാണ്. അതെ, അവളുടെ ജീവിതത്തിൻ്റെ അവസാനങ്ങൾ അവൾ നന്നാക്കിയപ്പോൾ അവളുടെ അവസാനവും നല്ല രീതിയിലേക്ക് മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, ഒരുപാട് ഇതിലൂടെ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഇതിനെ നിങ്ങളൊരു കെട്ടുകഥയായി തള്ളിക്കളയരുത്. ഇത് യഥാർത്ഥമായ ഒരു സംഭവം തന്നെയാണ്. അതെ, നാം ഇന്നത്തെ ദുനിയാവിൽ അടിച്ചുപൊളിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ മതപരമായ കാര്യങ്ങളെ നാം വെടിയുകയാണ്. ഈ ദുനിയാവ് കഴിഞ്ഞാൽ ആഖിറം നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോവുകയാണ്. അതെ, വിശുദ്ധ ഖുർആനെയും നിസ്കാരത്തെയുമെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം നാം മുന്നോട്ട് നയിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നാം മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അടിച്ചുപൊളിയോടൊപ്പം തന്നെ നമുക്ക് മതപരമായ കാര്യങ്ങളെയും മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഫ്രണ്ട്സും സൗഹൃദങ്ങളും എല്ലാം ഉള്ളപ്പോഴും നിസ്കാരവും ഖുർആൻ പാരായണവും എല്ലാം തന്നെ നാം മുറുകെ പിടിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ മരണം അള്ളാഹു നല്ല രീതിയിലാക്കി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.